ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് എന്താ പറയാ, ഒരു മൊഡാൽ സിൽക്കിന്റെ തന്നെയാണ് കേട്ടോ. ഇത് മൊഡാൽ സിൽക്ക് തന്നെയാണ്. അതിനെക്കാട്ടിലും ആ ഒരു റേഞ്ച് തന്നെ വരുന്നത്. പക്ഷെ കുറച്ചൊരു വ്യത്യാസമുണ്ട്, ഡിഫറൻസ് ഉണ്ട് ഫാബ്രിക്കില്. ഒരു സെമി മൊഡാൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനെക്കാട്ടും ഭയങ്കര സ്മൂത്ത് ആണ്. ഇതുപോലെ കണ്ടോ, ഭയങ്കര ഫ്ലോയി ആയിട്ട് സ്മൂത്ത് ആയിട്ട് കിടക്കുന്ന ഒരു ഫാബ്രിക് ആണ്. അത് നമ്മൾ ഇതേപോലെ എലൈൻ പാറ്റേണിലോട്ട്, ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തായിരുന്നു ഒരു ബ്ലൂ, ഇതിന്റെ വേറെ പാറ്റേൺ. അപ്പൊ അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വി നെക്ക് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഇൻവേർട്ടഡ് പ്ലീറ്റ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്തു. എപ്പോഴും നമ്മൾ ഈ മൊഡാല് വിത്തൗട്ട് ലൈനിങ് സ്ലിറ്റ് ആണ് ചെയ്യാറ്. അപ്പോൾ വിത്ത് ലൈനിങ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇത് എലൈൻ വിത്ത് ലൈനിങ് ആണ് ചെയ്തേക്കുന്നത്. എയർലൈൻ വിത്ത് ലൈനിങ്. അതുപോലെ സ്ലീവ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടൊരു ഫ്രോക്ക് പോലെയൊക്കെ വെയർ ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരു പഫ് എൻഡിൽ വെച്ചിട്ട് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. പഫ് വേണ്ടാന്നുള്ളവർക്ക് നോർമൽ സ്ലീവ് കൊടുക്കാം കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ടുള്ള വി ആ കൊടുത്തേക്കുന്നത്. കുറച്ചും കൂടെ ഷേപ്പിലാവുമ്പോൾ നമുക്ക് കുറച്ച് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വരും കേട്ടോ. എനിക്ക് ഇത്തിരി ലൂസാണ് ഇത്. അപ്പൊ ഇൻവേർട്ടഡ് പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. എയർലൈൻ പാറ്റേൺ ആണ്. ലെങ്ത് 48 ആണ് വരുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. ശരിക്കും ഇത് എന്താണ് മൊഡാലിന്റെ തന്നെ ഞാൻ പറയുന്നത്, പക്ഷെ എന്തോ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതിനെക്കാട്ടിലും ഒരു സാറ്റിൻ ഫിനിഷിംഗ് പോലെ നല്ല സ്മൂത്ത് ആയിട്ട് വരുന്നുണ്ട്. ക്ലോസ് ആയിട്ട് കാണിച്ചിടാം. ഇത് കളർ വരുന്നത് ഒരു നല്ലൊരു റാണി പിങ്കിന്റെ തന്നെ ഒരു ഫാബ്രിക് ആണ്. അതിനകത്തോട്ട് ഈ ഒരു ബ്ലാക്ക് മോട്ടീഫ് വന്നേക്കുന്നുണ്ട്. ബ്ലാക്കും ചെറിയൊരു ആഷ് ഷെയ്ഡ് വരുന്ന ഒരു മോട്ടീഫാണ് വന്നേക്കുന്നത്. ഇതുപോലെ ആ ഒരു ചെറിയ ഇതുണ്ട്, ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് തന്നെയാണ് കേട്ടോ ഇത് വന്നേക്കുന്നത്. ഇൻവേർട്ടഡ് പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഒരു ബെൽ സ്ലീവ്, ഒരു പഫ് സ്ലീവ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ബാക്ക് സൈഡ് ഇതേപോലെ ഉണ്ട് ഈ ഒരു പ്രിന്റ്. വിത്ത് ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത്. പ്രിന്റ് ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ ഇത് വന്നേക്കുന്നത്. അപ്പൊ അതുപോലെ ഉണ്ട്. നല്ല രസമാണ്. സ്ലിറ്റ് വേണം എന്നുള്ളവർക്ക് സ്ലിറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് മെറ്റീരിയലേ ഉള്ളൂ നമ്മൾ സ്റ്റോക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ സ്ലിറ്റ് വേണം എന്നുള്ളൊരു സ്ലിറ്റിൽ പറയാ. ലെങ്ത് 48 ആണ് വരുന്നത്. പിന്നെ ഞാൻ വേറൊരു പാറ്റേൺ കൂടെ കാണിച്ചു തരാം. ഇതും പുതിയത് ചെയ്തത്. ഇതും മൽച്ചന്തേരി ഫാബ്രിക് ആണ്. ഇതിൽ ഒരു 3 കളേഴ്സ് ഇപ്പൊ ഇതുപോലെ ഡൈ ചെയ്ത് വന്നേക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. താഴോട്ട് ഒരു ഡാർക്ക് കരിഞ്ഞ റാണി മെറൂൺ അതുപോലത്തെ ഷെയ്ഡ്, കുറച്ച് മേലോട്ട് നല്ലൊരു റോസ് പിങ്ക്, അതിനകത്തോട്ട് നമ്മൾ ഒരു ക്രഷ്ഡ് ഓർഗൻസയുടെ യോക്ക് വെച്ചിട്ട് ഇതേപോലെ സീക്വൻസ് ഒക്കെ വെച്ചിട്ട് കണ്ടോ, ത്രെഡും സീക്വൻസും വെച്ചിട്ടുള്ള ഒരു യോക്ക് വെച്ചിട്ടുണ്ട്. ഇതാണ് സ്ലീവും യോക്കും അതേപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഡൈ ചെയ്യുന്ന ഫാബ്രിക് ആകുമ്പോൾ നമുക്ക് വിട്ട് കുറവാണ്. ബാക്കിൽ ജോയിന്റ് കൊടുത്തിട്ടുണ്ട്. അത് യൂഷ്വലി നമ്മൾ വിത്ത് ലൈനിങ് ചെയ്യുമ്പോൾ അതുപോലെ ഉണ്ടാവും. അപ്പോൾ പ്ലീറ്റ്സ് ഉള്ള പാറ്റേൺ ആണ് ഇത്. എലൈൻ പാറ്റേൺ ആണ്. നല്ല രസമുണ്ട്. ഈ ഫാബ്രിക്കും പ്യുവർ മൽച്ചന്തേരി ആണ്. അതുകൊണ്ട് നമ്മളിത് ഡ്രൈ വാഷ് ചെയ്യണം കേട്ടോ. കാരണം ഈ കളർ ഇങ്ങനെ 3 ലെയർ ആയിട്ട് കണ്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇതുപോലെ 3 ലെയർ ആയിട്ട് വന്നു നിൽക്കണതുകൊണ്ട് തന്നെ അടിപൊളിയാണ്. നല്ല രസം. ഈ കളർ തന്നെ ഭയങ്കര സൂപ്പറാണ്. അപ്പം ഞാൻ ഈ ഒരു പാറ്റേണും വേറെ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഞാനിപ്പോൾ വേറെ ഇതൊക്കെ ഉണ്ട്. സ്ലിപ്പ് പോർഷൻ ആണെങ്കിലും സ്ലിറ്റോ വിത്ത് ലൈനിങ് എങ്ങനെയും പോസിബിൾ ആണ്. സ്ലീവ് ഒക്കെ നോർമൽ ചെയ്യാം. കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. അപ്പോൾ ഞാൻ വേറെ കാണിച്ചു തരാം. ഓക്കെ, നല്ല അടിപൊളി കളറാട്ടോ. നമുക്ക് ആ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയാണ്. ഇതുപോലെ യോക്കും ഈ ഒരു സ്ലീവും കൊടുത്തിട്ട് പ്യുവർ മൽച്ചന്തേരി ഫാബ്രിക് ആണ്. അതിനകത്ത് തന്നെ ഒരു ഷൈനിങ് ഉണ്ട്. നല്ലൊരു റോസ് കളറാണ്, റോസ് പിങ്ക്. നെക്ക് വന്നിട്ട് ഇതുപോലെ ചെറിയൊരു ബോട്ട് നെക്ക് വെച്ചിട്ട് ഇതുപോലെ ചെറിയൊരു വി കട്ടിങ് കൊടുത്തിട്ടുണ്ട്. യോക്ക് ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ഉള്ള പാറ്റേൺ ആണ്. ലെങ്ത് 48 ആണ്. അപ്പൊ ഇതെല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് 15 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.